29 ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമസ്കാരം. കാര്യം ഒന്ന് കിണറ്റിലിറങ്ങി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ എന്തോ സംഭവിച്ചിരിക്കുകയാണ് നികേഷ് ചേട്ടന്. അന്ന് കിണറ്റിലിറങ്ങി പ്രഹസനമൊക്കെ കാണിച്ച് ഒരു പ്രയോജനം അതിനുണ്ടായില്ല. അതിനുശേഷം ആളാകെ നിരാശയിലായിരുന്നു. ആ നിരാശ മൊത്തം തീർത്തത് പിണറായി വിജയനിട്ട് പണി കൊടുത്തോണ്ടാ. എങ്ങനെ? PR വർക്ക്. LDF അല്ലാതെ മറ്റാരുണ്ട്? ആ ഒരു മുദ്രാവാക്യമാണ് ഏറ്റവും വലിയ പണി തന്നതെന്ന് കഴിഞ്ഞ ദിവസം രാജീവണ്ണൻ ഇരുന്നുകൊണ്ട് ഗദ്ഗദിക്കുന്നത് കണ്ടു. ആ മുദ്രാവാക്യത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ആ ഉറവ ഏത് കിണറ്റിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും മുദ്രാവാക്യം പാളിയതോടെ ഇലക്ഷൻ തന്ത്രങ്ങളും PR വർക്കുകളും ഒക്കെ പാളിയതോടുകൂടി എന്തോ എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഈ 29 ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. 2026, 3, 29 3 വർഷം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ പുള്ളി നടത്താൻ പോവാ. അപ്പോൾ 2026 ഒരു കണക്ക് വെച്ച് ഇപ്പോഴത്തെ പ്രസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് 2029 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും തരിയുടെ ഗതി എന്നണ്ണം പ്രവചിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രവചിച്ചാട്ടെ. LDFന് 31 മുതൽ 33% വരെ വോട്ട്. ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോയാൽ 31 മുതൽ 33 വരെ ശതമാനം വോട്ട് തന്നെ. പിന്നെ BJPക്ക് 28% മുതൽ 31% വോട്ട്. BJPക്ക് 28 മുതൽ 31% വരെ. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ ചോദിക്കും. കാരണം എന്താ? ഇതെങ്ങനെ വന്നു എന്ന് ആരും ചോദിക്കില്ല. ഇത്രയും ശതമാനത്തിൽ നിന്ന് താഴേക്കേ പോവുകയുള്ളൂ. ഇത്രയും കൂടുതൽ എങ്ങനെ വന്നു? ഇത്രയും 31% കിട്ടിയോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. നിങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ മാക്രിക്കൂട്ടങ്ങളാണെന്നല്ലേ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെന്ന് കേട്ടിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്കും ഒരു പ്രത്യേക കഴിവുണ്ട്. അതിന് പിന്നീട് തണുത്ത വെള്ളം കാണുമ്പോഴാണെങ്കിലും ഒരു മുൻകരുതൽ സ്വീകരിക്കാൻ. ഒരു പ്രാവശ്യം വീണതാണ്. അതായത് ചൂട് പാല് വെച്ചാലേ അതിലൊരു പ്രാവശ്യം നക്കിയ പൂച്ച പിന്നെ തണുത്ത പാല് കണ്ടാലും ഒരു മുൻകരുതലോട് കൂടി അത് നക്കാൻ ചെല്ലുള്ളൂ. ആ ഒരു മുൻകരുതൽ പോലും നിങ്ങൾക്കില്ല. മാക്രിയോടും മാക്കാച്ചിയോടും ഒന്നും ദയവ് ചെയ്ത് നിങ്ങളെ ഉപമിക്കരുതേ. ആ ജീവികൾക്കൊരു മര്യാദയും ബഹുമാനവും ഒക്കെ ഉണ്ട് സമൂഹത്തിൽ. അതില്ലാതാക്കരുതേ. നമ്മള് അങ്ങനെ തവളയുടെ കാര്യം അറിയാലോ. തവളയുടെ കാര്യം അറിയാം. തവളയുടെ വിചാരം തവള കരയുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നതെന്നാ. തവളയ്ക്ക് എന്തുമാത്രം കഴിവുണ്ട്? തവളയുടെ കയ്യിലിരിപ്പ് എന്താണ്? തവളയും മഴയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതൊക്കെ വിവരമുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ തവളയുടെ ബാക്കി എന്താ ഞങ്ങൾക്ക് അറിയാത്ത കാര്യം ചേട്ടൻ പറയാൻ പോകുന്നത്? ഒരു ചൂടുവെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന്, തിളക്കുന്ന വെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന് തവള പെട്ടെന്ന് ചാടും. തന്നെ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. തവളയെ പിടിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അണ്ണനിത് എങ്ങനെ ചെയ്തു നോക്കി? ആരും അറിയണ്ട തൽക്കാലം. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂട്ടി തീ പിടിച്ച തവളകളാണ് നമ്മളെന്ന് സാരം. മാക്രികള് കൂടെ ഇരിക്കുന്ന ഒറ്റ മാക്രികൾക്കും സഖാക്കൾക്കും ഇതൊന്നും ദഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ആ തീ പിടിപ്പിച്ച ആ ഒരു ശരീര ഭാഷയൊക്കെ കണ്ടില്ലേ? ഇനിയുണ്ട്. ഇനി അണ്ണന് ഭാവിയുണ്ട് PR വർക്കിൻ്റെ മേഖലയിൽ. ആ ഒരു മേഖലയിൽ പിടിച്ചു കയറി വേണം പ്രസ്ഥാനത്തിന് മുഴുവനായിട്ടും ചാമ്പലാക്കാൻ. ഉള്ള തരിയും കൂടെ കെടുത്തണ്ടേ? അതിനുള്ള കഴിവ് അണ്ണനുണ്ട്. അണ്ണൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് നടക്കും. ആ തവളയാ നമ്മൾ അറിയുന്നില്ല. നമ്മൾ വെന്ത് ചാകാൻ പോവുകയാണ് എന്നുള്ളത്. ഇനി എന്തോന്ന് വെന്ത് ചാകാനുള്ള കനല് പോലും തരിയിൽ ബാക്കിയില്ല. എല്ലാം എന്നേ ചത്ത് മലച്ച് മരവിച്ച് കഴിഞ്ഞു. ഇനി എന്തോന്ന് വേകാനും ബാക്കി. കേരളമാണ് അവിടുത്തെ ഉന്നം. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കേരളമാണ് അടുത്ത ഉന്നം. ആരുടെ? BJPയുടെ കാര്യമാണ് പറയാമെന്ന് തോന്നുന്നു കേട്ടോ. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആര്? നിങ്ങൾ. ഇടതുപക്ഷ പ്രസ്ഥാനമാണ് BJPക്ക് ഇവിടെ വളരാനുള്ള എല്ലാ വളവും വെള്ളവും ഒക്കെ സജ്ജമാക്കി കൊടുത്തത്. എന്നിട്ട് വെറുതെ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? ആര് കാരണം BJPയുടെ 3 സീറ്റ് നേടി? ചരിത്രത്തിൽ എങ്ങനെ അവർ ഇടം പിടിച്ചു? നിങ്ങളോട് അവർ വല്ലാത്ത രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. ജാഗ്രതയോടുകൂടി നിന്നിട്ടില്ല എങ്കിൽ
കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ ഇനി വെറും 3 വർഷം മാത്രമേ വേണ്ടൂ. ഭയങ്കര തെറ്റിദ്ധാരണയോടുകൂടിയാണ് സംസാരിക്കുന്നത് കേട്ടോ. ആ കിണറ്റിൽ ഇറങ്ങി കയറിയതിന് ശേഷം കൃത്യമായിട്ട് ഓക്സിജന്റെ അളവ് ശരീരത്തിൽ ഇല്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വെപ്രാളമൊക്കെയാണ് പുള്ളി കാണിക്കുന്നത്. കാലിൻ്റെ അടിയിൽ മണ്ണൊന്നും ബാക്കിയില്ല. ഒരു തരി ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ ഒലിച്ചു പോകുന്നേം വെന്ത് തീർന്നേം കണക്കൊക്കെ നിങ്ങൾ പറയുന്നത് എന്തിനാ? എല്ലാം ഖതം, എല്ലാം കഴിഞ്ഞ്. ഇനി ഇതിനെ എടുത്തൊരു കുഴിയിലോട്ട് വെച്ച് മണ്ണിട്ട് മൂടേണ്ട കാര്യമേ ഉള്ളൂ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ആളുകൾ ചെയ്യുന്നുമുണ്ട്. നിങ്ങളുടെ സഖാക്കൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ നിന്ന് വേർത്തിട്ട് യാതൊരു കാര്യമില്ല. അണ്ണൻ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചാടുന്നതിനെക്കുറിച്ച് തൽക്കാലം ഇപ്പം നിലവിൽ ചിന്തിച്ചാൽ മതി. നമുക്കത് പിന്നെ പുത്തരിയൊന്നും അല്ലല്ലോ. നമ്മൾ ചക്കയ്ക്ക് ചായ്ക്കുന്ന ആളുകളാണല്ലോ. എവിടെയാണ് നമുക്കൊരു നിലനിൽപ്പ് എന്ന് തോന്നിയാൽ അങ്ങോട്ടങ്ങ് ചാഞ്ഞേക്കണം. യാതൊരു തെറ്റുമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പദവി. 2031 ആരും കണക്കാക്കണ്ട. 2029 എന്ന 3 വർഷം മാത്രം കണക്കാക്കിയാൽ മതി. അപ്പൊ മാക്രികളല്ലേ? ഓ, സഖാക്കളെല്ലാം കേട്ടല്ലോ. 2031 വരുന്നു. ഇത് നീളത്തില്ല. 2029 കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകുമെന്നാണ് നിങ്ങളുടെ PR ഗുരു പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോ. ഇരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടാൻ എല്ലാവർക്കും യോഗമുണ്ട്. പറഞ്ഞതിനെ തീരെ അങ്ങ് തള്ളിക്കളയണ്ട കേട്ടോ. കുറച്ച് കൂടുതൽ വർഷം കയറ്റി പറഞ്ഞതേ ഉള്ളൂ. 3 വർഷത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഇപ്പോഴേ തീർന്നിരിക്കുക. പക്ഷെ മാക്രികളാണ് എന്ന് സഖാക്കളെ വിളിച്ച കാര്യത്തിൽ മാക്രികൾ ഇനി വല്ല പ്രതിഷേധ പ്രകടനവും കേരളത്തിൽ നടത്തുമോ എന്നുള്ളതിന് കാത്തിരുന്ന് കാണാം.